ഇന്നത്തെ വീഡിയോ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് മുട്ടയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് റെഡിയാകുന്നത് വരെ നമ്മൾ പാൽ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാകുന്നത് വരെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഡോ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഡോ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു തിക്നെസ്സും വേണ്ട, എന്നാൽ പറ്റേ തിന്നാവും വേണ്ട, ഒരു മീഡിയം സൈസ് ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലുള്ളൊരു റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന് സെൻറ്ററിൽ ഒരു ഹോളൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓയിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ഓയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം വശം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾവശം കുക്കാവില്ല. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു ഡോണറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഡോണറ്റ്സ്. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ചോക്ലേറ്റ് ഗണാഷിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഗണാഷ് ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. അതിൻ്റെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കിട്ടാൻ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലുള്ള എക്സ്ട്രാ പോർഷൻസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ വൈറ്റ് ചോക്ലേറ്റിലും ചെയ്യാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റും അതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷനും നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഞാനിവിടെ ചില ഡോണറ്റ്സിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലും അതേ സോഫ്റ്റ്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും
അതുപോലെ സജഷൻസൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കാം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.